വെള്ളിയാഴ്ച രാവിലെ ഹോളി ബൈബിൾ ചെയിനിൻ്റെ ഭാഗമായുള്ള വേദഭാഗം വായിക്കുന്ന സമയത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ മൗത്ത് ഓർഗനിൽ പ്ലേ ചെയ്ത ഒരു മ്യൂസിക്കാണ് ഇത്. ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം ആവർത്തന പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 37 വരെയുള്ള വിശുദ്ധ വാക്യങ്ങൾ വായിക്കുന്നത് കേൾപ്പിൻ. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സേയിർ പർവ്വതത്തെ ചുറ്റി നടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരുവിൻ. നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, സേയിരിൽ കുടിയിരിക്കുന്ന ഏശാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങൾ അവരോട് പടയെടുക്കരുത്. അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാൽ വെപ്പാൻ പോലും ഇടം തരികയില്ല. സേയിർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്ക് വാങ്ങി കഴിക്കണം, വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ കൂടി നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്നു. നിനക്ക് യാതൊന്നിനും മുട്ടുവന്നിട്ടില്ല. അവനെ നാം സേയിരിൽ കുടിയിരിക്കുന്ന ഏശാവിൻ്റെ മക്കളായ നമ്മുടെ സഹോദരന്മാരെ ഒഴിച്ച് അരാബ വഴിയായി ഏലാത്തിൻ്റെയും എസ്യോൻ ഗബേരിൻ്റെയും അരികത്തു കൂടി കടന്നിട്ട് തിരിഞ്ഞ് മോവാബ് മരുഭൂമിയിലേക്കുള്ള വഴിയായി കടന്നു പോകുന്നു. അപ്പോൾ യഹോവ എന്നോട് കൽപ്പിച്ചത്, മോവാബ്യരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അവരുടെ ദേശത്ത് നിനക്കൊരു അവകാശം തരികയില്ല. ആ ദേശത്ത് ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. വലിപ്പവും പെരുപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ഒരു ജാതിയായ ഏമിയർ പണ്ടവിടെ പാർത്തിരുന്നു. ഇവരെ അനാക്യരെ പോലെ മല്ലന്മാർ എന്ന് വിളിച്ചു വരുന്നു.
മേവാബ്യരോ അവർക്ക് ഏമിർ എന്ന് പേർ പറയുന്നു. ഹോര്യരും പണ്ട് സേയിരിൽ പാർത്തിരുന്നു. എന്നാൽ ഏശാവിൻ്റെ മക്കൾ അവരെ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും സംഹരിക്കുകയും അവർക്ക് പകരം കുടിപാർക്കുകയും ചെയ്തു. ഇസ്രായേലിന് യഹോവ കൊടുത്ത അവകാശദേശത്ത് അവർ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് സേരത്തോട് കടപ്പിൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്തോട് കടന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ സേരത്തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറ ഒക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തു നിന്ന് മുടിഞ്ഞുപോയി. അവർ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ അവരെ പാളയത്തു നിന്ന് നശിപ്പിപ്പാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. ഇങ്ങനെ യോദ്ധാക്കൾ ഒക്കെയും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മരിച്ച് ഒടുങ്ങിയ ശേഷം യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇന്ന് ആർ എന്ന മോവാബ് ദേശത്തുകൂടി കടപ്പാൻ പോകുന്നു. അമ്മോന്യരോട് അടുത്തു ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അമ്മോര്യരുടെ ദേശത്ത് നിനക്ക് അവകാശം തരികയില്ല. അത് ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതും മല്ലന്മാരുടെ ദേശമെന്ന് വിചാരിച്ചു വരുന്നു. മല്ലന്മാർ പണ്ട് അവിടെ പാർത്തിരുന്നു. അമ്മോന്യർ അവരെ സംസുമ്യർ എന്ന് പറയുന്നു. അവർ വലിപ്പവും പെരുപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ജാതിയായിരുന്നു. എങ്കിലും യഹോവ അവരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു. ഇങ്ങനെ അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് കുടിപാർത്തു. അവൻ സേയിരിൽ പാർക്കുന്ന ഏശാവിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവൻ ഹേര്യരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചിട്ട് അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് ഇന്നുവരെയും പാർക്കുന്നു. കഫ്തോരിൽ നിന്ന് വന്ന കഫ്തോര്യരും ഗസ വരെയുള്ള ഊരുകളിൽ പാർത്തിരുന്ന അവരെ നശിപ്പിച്ചു, അവരുടെ സ്ഥലത്ത് കുടിപാർത്തു. നിങ്ങൾ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അർണോൻ താഴ്വര കടപ്പിൻ. ഇതാ ഞാൻ ഹെബ്ശോനിലെ അമോര്യ രാജാവായ സീഹോനെയും അവൻ്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനോട് പടവെട്ടി അത് കൈവശമാക്കുവാൻ തുടങ്ങുക. നിന്നെയുള്ള പേടിയും ഭീതിയും ആകാശത്തിന് കീഴങ്ങും ഉള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്ന് തന്നെ തുടങ്ങും. അവർ നിന്റെ ശ്രുതി കേട്ട് നിന്റെ നിമിത്തം വിറയ്ക്കുകയും നടുങ്ങുകയും ചെയ്യും. പിന്നെ ഞാൻ കെദേമോത്ത് മരുഭൂമിയിൽ നിന്ന് എഷ്ബോനിലെ രാജാവായ സീഹോൻ്റെ അടുക്കൽ സമാധാന വാക്കുകളോടുകൂടെ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി മാത്രം നടക്കും. സേയിരിൽ പാർക്കുന്ന ഏശാവിൻ്റെ മക്കളും ആരിൽ പാർക്കുന്ന മോവാബ്യരും എനിക്ക് തന്നതുപോലെ നീ വിലയ്ക്ക് തന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലയ്ക്ക് തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളാം. യോർദാൻ കടന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് തരുന്ന ദേശത്ത് എത്തുവോളം കാൽനടയായി പോകുവാൻ മാത്രം അനുവദിക്കണം എന്ന് പറയിച്ചു. എന്നാൽ നാം തൻ്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ എഷ്ബോനിലെ രാജാവായ സീഹോൻ സമ്മതിച്ചില്ല. ഇന്ന് കാണുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അവൻ്റെ മനസ്സ് കടുപ്പിച്ച് അവൻ്റെ ഹൃദയം കഠിനമാക്കി. യഹോവ എന്നോട്, ഞാൻ സീഹോനെയും അവൻ്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ ദേശം കൈവശമാക്കേണ്ടതിന് അത് അടക്കുവാൻ തുടങ്ങുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ സീഹോനും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ടു വന്നു യാഹാസിൽ വച്ച് പടയേറ്റു. നമ്മുടെ ദൈവമായ യഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. നാം അവനെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ സർവ്വജനത്തെയും സംഹരിച്ചു. അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ച് പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉന്മൂലനാശം ചെയ്തു. അങ്ങനെയും ഒന്നിനെയും ശേഷിപ്പിച്ചില്ല. നാൽക്കാലികളെയും നാം പിടിച്ച പട്ടണങ്ങളിലെ കൊള്ളയെയും മാത്രം നമുക്കായിട്ട് എടുത്തു.
അർണോൺ താഴ്വരയുടെ അറ്റത്തുള്ള ആരോവേരും താഴ്വരയിലെ പട്ടണം മുതൽ ഗിലെയാദ് വരെ നമ്മുടെ കൈക്ക് എത്താത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ യഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മോന്യരുടെ ദേശവും യാബോക്ക് നദിയുടെ ഒരു വശമൊക്കെയും മലനാട്ടിലെ പട്ടണങ്ങളും നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ വിലക്കിയ ഇടങ്ങളും മാത്രം നീ ആക്രമിച്ചില്ല. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ വേദഭാഗം വായിച്ചു തീരുന്നു.